ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചോറൂണിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ചോറൂണിനുള്ള ടിക്കറ്റ് ഓൺലൈനായിട്ട് മുൻകൂട്ടി ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ കൗണ്ടറിൽ നിന്ന് നേരിട്ട് എടുക്കാവുന്നതാണ്. ഒരു കുട്ടിയുടെ ചോറൂണിന് ഏകദേശം 100 രൂപയാണ് ടിക്കറ്റ് വില. ചോറൂണ് ദിവസം രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകുന്നേരവും ചോറൂണ് നടത്താറുണ്ട്. ഏകാദശി ദിവസങ്ങളിലും വാവ് രാത്രികളിലും ചോറൂണ് ഉണ്ടായിരിക്കുന്നതല്ല. പഴയ ടിക്കറ്റ് കൗണ്ടർ കെട്ടിടത്തിൻ്റെ 1-ാം നിലയിലുള്ള ചോറൂണ് ഹാളിലാണ് ചടങ്ങ് നടത്തുന്നത്. ക്ഷേത്രത്തിൽ കർശനമായ വസ്ത്രധാരണ രീതിയുണ്ട്. പുരുഷന്മാർക്ക് മുണ്ട് അല്ലെങ്കിൽ അംഗവസ്ത്രം ധരിക്കാം. ടീഷർട്ട്, ബനിയൻ, പാൻസ്, ജീൻസ്, ടീഷർട്ട് മുതലായവയൊന്നും അനുവദനീയമല്ല. സ്ത്രീകൾക്ക് ഹാഫ് സാരി, സാരി, ചുരിദാർ എന്നിവ ധരിക്കാം. മോഡേൺ വസ്ത്രങ്ങൾ അനുവദനീയമല്ല. കുട്ടികൾക്ക് പരമ്പരാഗതമായ വസ്ത്രം ധരിക്കാവുന്നതാണ്. ഭക്ഷണ സാധനങ്ങൾ, ചോറൂണിനാവശ്യമായ സാധനങ്ങൾ ചോറ്, പായസം, പഴം, വാഴയില എന്നിവ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കും. ഇവ പുറത്തുനിന്ന് കൊണ്ടുപോകേണ്ടതില്ല. പിന്നെ നമുക്ക് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് മൊബൈൽ ഫോൺ, ക്യാമറ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊന്നും കൊണ്ടുപോകാൻ അനുവാദമില്ല. ഇവ സൂക്ഷിക്കുവാനായിട്ട് ലോക്കർ സൗകര്യം ലഭ്യമാണ്. ചോറൂണിൻ ചടങ്ങിൻ്റെ ചിത്രങ്ങൾ എടുക്കുന്നതിന് ക്ഷേത്രത്തിൽ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ സേവനം ലഭ്യമാണ്. ഇതിന് പ്രത്യേക ഫീസ് നമ്മൾ നൽകേണ്ടതാണ്. ചോറൂണിന് ശേഷം ചോറൂണിൻ്റെ ടിക്കറ്റ് കാണിച്ച് അച്ഛനും അമ്മയ്ക്കും കുഞ്ഞിനും നെയ്വിളക്ക് ക്യൂവിലൂടെ ദർശനം നടത്താവുന്നതാണ്. വാരാന്ത്യങ്ങളിലും അവധി ദിവസങ്ങളിലും തിരക്ക് കൂടുതലായിരിക്കും. അതിനാൽ നേരത്തെ എത്തുന്നത് കാത്തിരിപ്പ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രത്യേക ഒരു കാര്യം എന്ന് പറയുന്നത്, ഏകാദശി ദിവസങ്ങളിലും ചോറൂണ് ഉണ്ടായിരിക്കുന്നതല്ല.